അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. അപ്പം ഞാൻ വീണ്ടും പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളെ അഖിൽ NRDയുടെ ഒരു കാര്യമാണ്. കുറേ കാര്യങ്ങൾ അഖിൽ ഫേസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ മേഘ എന്ന് പറഞ്ഞ് അഖിലിൻ്റെ മുൻ വൈഫായിരുന്ന ഈ മേഘ അതേ കണക്ക് തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ കുറേ വീഡിയോസും അതിനൊക്കെയുള്ള പോസ്റ്റും കാര്യങ്ങളെല്ലാം ഈ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. മലയാളികൾ അല്ലെങ്കിൽ തന്നെ പണ്ടേ ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടുകാരായാലും ആരായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ ആദ്യമേ പറയുന്നത് വെച്ചാൽ നിനക്കെന്തടാ കഴിവില്ലാഞ്ഞിട്ടാന്ന് തോന്നുന്നു. അതിനകത്തോട്ട് ഞാൻ വരാം. ഇതിന്റെ വേറൊരു സാധനം ഈ മേഘ എന്ന് പറയുന്ന ആ ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറേ പോസ്റ്റുകൾ ഇങ്ങനെ കാണാം. ഇൻസ്റ്റാഗ്രാമിൽ കുറേ പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അഖിൽ NRDക്ക് BPD ആണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. BPD എന്ന് വെച്ചാൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ്. അതിനകത്തും കുറച്ച് കാര്യങ്ങൾ BPD ഫുൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും BPD എന്താണെന്ന്. BPDക്കകത്തും ഈ അൺസ്റ്റേബിൾ അല്ലാത്ത റിലേഷൻഷിപ്പ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ഈ BPDനൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ഇട്ടതൊന്നുമല്ല, അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് ഈ അഖിൽ NRDക്കെതിരെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇപ്പം മലയാളികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ കുറേ റീലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പറയുന്നത് വെച്ചാൽ ഇതിങ്ങനെ ചെയ്തത് ആ ഒരു പെണ്ണ് ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്തത്. അതേപോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, ഇങ്ങനെ പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അല്ല, ഞങ്ങള് യൂട്യൂബേഴ്സ് ഒരിക്കലും ഇങ്ങനെ അഖിൽ NRDക്ക് കഴിവില്ല എന്നും പറഞ്ഞൊന്നും വീഡിയോ ഒന്നും ചെയ്തിട്ടുന്നില്ല. നല്ല വിഷമമുണ്ട്. ഇത് കണക്ക് സ്കിറ്റുകൾ ചെയ്തിട്ടോ ഒക്കെ വൈറലായി കഴിഞ്ഞാൽ എല്ലാ എണ്ണം ഓരോ ചാനലിൽ പോയി ഇന്റർവ്യൂവും കൊടുത്ത് അതും കൊടുത്ത് ഇതും കൊടുത്ത് ബള ചള എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. അഖിൽ NRD അങ്ങനൊന്നും കാണാറില്ല. അപ്പൊ അഖിൽ NRD നമ്മൾ മെയിനായിട്ടും കാണുമ്പോഴത്തേന് അഖിൽ NRDക്ക് എന്തുവാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതി. പുള്ളിക്കാരൻ ഇച്ചിരി സംസാരിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട്, ഇച്ചിരി ഷൈ ഉള്ള രീതിയിൽ. മീൻസ് നമ്മളാ വീഡിയോ കാണുമ്പോൾ വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ ഫുള്ള് ഇതാണ്, നമ്മളെ വരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനല്ല. ഒരു വീഡിയോക്ക് മുന്നിൽ വന്നിരുന്നിട്ട് കുറച്ച് നാണക്കേട് തോന്നുന്ന രീതിയിലുള്ള ഒരാളാണ്. മീൻസ് ഒരു പാവം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരാളെയാണ് ഈ ഒരു മേഘ എന്ന് പറയുന്ന ഈ ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയത്. പക്ഷേ എങ്കിലും ഞങ്ങൾ യൂട്യൂബേഴ്സും ഞങ്ങളുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, നല്ല കാര്യം പറയുന്ന ആൾക്കാരല്ല, ഞങ്ങളെല്ലാം പറയുന്നത് വെച്ചാൽ ഇത് ചെയ്തത് ശരിയായിട്ടല്ല, കാര്യമല്ല. ഡിവേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട്. ആ ഡിവേഴ്സ് കൊടുത്തിട്ട് പോവായിരുന്നു. ഇങ്ങനത്തെ ഉള്ള ആൾക്ക് ഇങ്ങനത്തെ ഒരു പണി കൊടുത്തിട്ട് പോകുന്നത് മനഃപൂർവ്വം ചെയ്ത ഒരു പരിപാടിയാണെന്ന് മാത്രമേ പറയുള്ളൂ. മനഃപൂർവ്വം അഖിലിനെ മാത്രം ഫോക്കസ് ചെയ്ത് മൊത്തത്തിൽ തളർത്താനുള്ള അതേ കണക്ക് തന്നെ കുറെ റീലുകൾ ഞാൻ കണ്ടായിരുന്നു. ഈ പറയുന്നതൊക്കെ ഞാൻ അഖിലിന്റെ ഫാൻസോ അല്ലെങ്കിൽ ഒന്നുമല്ല. വീഡിയോ ഒക്കെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല കാണാനൊക്കെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമായിട്ടുള്ള വിഷയം, തമാശ, കോമഡി, സീരീസ്, നമുക്ക് അതിനകത്ത് തിങ്ക് ചെയ്യാറുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തിയാണ് നമ്മുടെ അഖിൽ NRD, അഖിൽ എന്ന് പറഞ്ഞാട്. അപ്പോ അയാൾക്കെതിരെ ഇങ്ങനത്തുള്ള സോഷ്യൽ മീഡിയ ബുള്ളിങ് ഉറപ്പായിട്ടും അത് നല്ലൊരു കാര്യമല്ല. നമ്മൾ മലയാളികളുടെ തന്നെ പറയാറ്. നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് സമൂഹത്തിൽ നിന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് ഇങ്ങനത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞ് പോണത് തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി എടുത്ത് കാണിക്കുന്നത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ അഖിലിനെ എടുത്ത് നമ്മൾ ഊരി വാരി വലിച്ചിളക്കി അങ്ങനത്തെ ഒന്നും ചെയ്യാനൊന്നും, നാണം കെടുത്തി മാനസികമായിട്ട് വിഷമിപ്പിച്ച് അങ്ങനൊന്നും ചെയ്യാനുള്ള പരിപാടിയിലൊന്നും അല്ല. അഖില് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട് അവൾ പോകണമെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല, അവളെ ആരും ഒന്നും പറയണ്ട, അവൾക്ക് ഇഷ്ടപ്പെട്ട് പോയല്ലേ. അപ്പം നമ്മളായിട്ട് എന്തിനാ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എന്തില്ല ഏട്ടാ, ഇഷ്ടപ്പെട്ട് പോയത് പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തിനാണ് ഈ സൈബർ ബുള്ളിങ് നടക്കുന്നത്? എന്തോരം വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് അഖിലിനെതിരെ. അതും നല്ല രീതിയിലുള്ളതൊന്നുമല്ല, ഒളിച്ചോട്ടം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് കുറെ അനാവശ്യമായിട്ടുള്ള കുറെ ടോക്കുകൾ പറയുന്നുണ്ട്. അഖിലിനെ മാത്രം ഫോക്കസ് ചെയ്തും അഖിലിനെ മാത്രം കുത്തിയും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതൊന്നും നല്ല കാര്യമല്ല. ആ ഒരു പെണ്ണിനെ ഒളിച്ചോടാൻ തോന്നി. അതിപ്പോ ബസ് കണ്ടക്ടർ കൂടെ ആയാലും, അതിനിപ്പോ കണ്ണാപ്പി എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. പോട്ടറാ, കണ്ണാപ്പി ആയാലും ആരായാലും എന്തുവാ, അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അവർ ജീവിച്ച് പോട്ട്, അത് വിട്ടേരെ.
അപ്പൊ ഈ കണ്ണാപ്പി എന്ന് പറഞ്ഞിട്ടും പിന്നെ ഈ ഒരു ഇങ്ങനത്തുള്ള രീതിയിലുള്ള ആൾക്കാരെ ഒരു താഴ്ത്തി കെട്ടി ഇങ്ങനെ ആക്കുന്ന ഒരു രീതി ശരിയായിട്ടുള്ള കാര്യമില്ല. അവരിപ്പോ ഒരുമിച്ച് ജീവിക്കുന്നെങ്കിൽ അവർക്ക് ഇഷ്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും അവര് പോയത്. ഓക്കെ, അവര് പോട്ടെ. അവര് പോയ വഴിക്ക് പോയിട്ടെന്ന ഇതേ രീതിയിൽ തന്നെ അഖിലും പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളാരും അതിനകത്ത് ഈ അഖിലിനെ എടുത്ത് ഇത് പുഷ് ചെയ്ത് അഖിലിനെ അതിനകത്ത് വലിച്ചഴിച്ച് എന്തുവാണ് അഖിലിനെ കുറ്റപ്പെടുത്തും. അഖിലിനെ വലിച്ചടിക്കുന്നതന്നെ അല്ല, അഖിലിനെ കുറ്റപ്പെടുത്തരുത് എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. കാരണം കുറെ വീഡിയോസ്, ഇന്നും കൂടെ കുറെ വീഡിയോസ് ഞാൻ കണ്ടേ ഉള്ളൂ. കൂട്ടയടി, നുണയും കുത്തിത്തിരിപ്പും അങ്ങനത്തുള്ള പരിപാടിയൊക്കെ പറഞ്ഞൊപ്പിക്കലാണ് അവരുടെയൊക്കെ പരിപാടി. അപ്പോ വേറെ കൊണ്ടല്ല, കുറെ പേര് സപ്പോർട്ടായിട്ടൊക്കെ വന്നിരിക്കുന്നു. അഖിലേ പോട്ടെ സാരമില്ല, അഖിലേ പോട്ടെ സാരമില്ല, പിന്നെ ഒന്ന് പോയാ ഒന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തുള്ള കുറെ പോസ്റ്റുകൾ, അതൊക്കെ വേറൊരു രീതിയാണ്. മനഃപൂർവ്വം അഖിലിനെ കുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോ ഈ ഒരു ബസ് ഡ്രൈവറുടെ കാര്യം പറയുവാണെങ്കിൽ, പുള്ളി ബസ് ഡ്രൈവർ ആണോ കണ്ടക്ടർ ആണോ എന്ന് കറക്റ്റ് ആയിട്ട് ആർക്കുമല്ലോ. പല വീഡിയോസ് ഞാനും ബസ് ഡ്രൈവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള കുറെ ഡീറ്റെയിൽ ഒന്നും ആർക്കും ഒന്നും അറിയത്തൊന്നുമില്ല. നമുക്ക് ആ CCTV ക്യാമറയും പിന്നെ ഇതിനൊക്കെയുള്ള കുറെ അഖിലിനെ BPD എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തുള്ള ഇതൊക്കെ ആയിട്ടൊക്കെ വരുന്നത്. ഒരാളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ അതങ്ങനെ ബസ് ഡ്രൈവർ ആയിക്കോട്ടെ, കണ്ടക്ടർ ആയിക്കോട്ടെ, കണ്ണാപ്പി ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവര് ഒറ്റയ്ക്ക് പോണ വഴിക്ക് അവരെങ്കിൽ വിട്ടേക്കണം. പിന്നെ ഇതിനകത്ത് വേറെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനത്തുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ കുറെ നിയമ സാധ്യതകളുണ്ട്, ഡിവോഴ്സ് ഉണ്ട്, അങ്ങനത്തുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവാം. പിന്നെ മേഘ ഇതിനകത്ത് ഏതാണ്ടൊക്കെ വലിയ രീതിയിൽ ഏതാണ്ടൊക്കെ കൊണ്ടുവരാമെന്നോ, അതിന് തിരിച്ച് റിപ്ലൈ തരാമെന്നോ, എല്ലാത്തിനും ഒരു മറുപടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് 4-5 ദിവസമായി തോന്നി ഈ ഒരു പരിപാടി നടന്നിട്ട്. ഇതുവരെ ആയിട്ടും ഒന്നും വന്നിട്ടുമില്ല, നമുക്ക് അറിയാനുള്ള താല്പര്യവും ഇല്ല, ഒരു ഇതുമില്ല. പോട്ടെ, അവരൊക്കെ അവരെ വഴിക്ക് വിട്ടേക്കുന്നു. പിന്നെ ഞാൻ ഈ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഈ അഖിലിനെ ഈ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഇട്ട് കുത്തും. നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, ഞാൻ ഇപ്പോഴും പറയാം, നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അഖിലിനെ മനഃപൂർവ്വം കുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു രാവിലെ എണീക്കുമ്പോഴത്തേന് ഇങ്ങനത്തെ ഒരു ഷോക്കിംഗ് ഒരു ന്യൂസ് കാണുമ്പോഴത്തേന് നമുക്ക് തന്നെ ആദ്യമേ വിചാരിച്ചത് ഉറപ്പാണോ, സത്യമാണോ അല്ലയോ എന്നൊന്നും ഒരു പിടുത്തമില്ല. പിന്നെ അതിന്റെ കാര്യങ്ങൾ കുറേച്ചൊക്കെ അറിയാൻ തുടങ്ങി. അപ്പൊ ഇവർ രണ്ടുപേരെ ഭാഗത്ത്, ഈ അഖിലിന്റെ ആയാലും ഈ മേഘയുടെ ആയാലും, രണ്ടുപേരെയും ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല, അറിയാനായിട്ട് താല്പര്യവും ഇല്ല. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ എങ്ങനെയിട്ട് കുത്തി, ഞങ്ങൾ പറയുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മനഃപൂർവ്വം കുത്തിയിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കുറെ കണ്ട്, വീഡിയോസൊക്കെ കുറെ കണ്ട്. അതിപ്പോ ആ പെണ്ണിനായാലും ശരി, ആ ഡ്രൈവർക്കായാലും ശരി, ആ അഖിലിനായാലും ശരി, ആ ഒരു കുടുംബത്തിനായാലും ശരി, എല്ലാവർക്കും എതിരെ വീഡിയോ ചെയ്യുന്ന ഒരു ടീമുകൾ വരെ, റീൽസ് ചെയ്യുന്ന ടീമുകൾ വരെ ഉണ്ട്. പിന്നെ അഖിലിന്റെ ഫോട്ടോ വെച്ച് ആദരാഞ്ജലി എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ മോശമായിട്ടുള്ള പരിപാടി. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടികൾ. നമ്മൾ റിയാക്ഷൻ വീഡിയോ, നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരാൾ മരിക്കാൻ കിടന്നല്ലോ, അല്ലെങ്കിൽ ഒരാൾ ഹെൽപ്പ് ചോദിച്ചു വന്നാലും അവർ ഹെൽപ്പ് ആണ് ചെയ്യേണ്ടത്, അല്ലാതെ അവരവിടെ കുത്തി കൊല്ലുമല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം ഇതിനെതിരെ അഖിലും പ്രതികരിച്ചില്ല, ആ മേഘ എന്ന് പറയുന്ന ആ ഒരു പെണ്ണും പ്രതികരിച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബസ് ഡ്രൈവർ ആയാലും നമുക്കറിയത്തില്ല ഈ കാര്യങ്ങളൊന്നും ഇവരാരുടെ ഭാഗത്തുനിന്ന്. ഇത് അവരെ പേഴ്സണൽ ഇഷ്യൂ ആണ്, നമുക്കത് മനസ്സിലാവും, പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പിന്നെ എന്തായാലും പേഴ്സണൽ ഇഷ്യൂ ആയാലും എന്തായാലും ശരി, ഈ ഒരു അഖിൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒത്തിരി ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന, ഇതൊക്കെ വീഡിയോ ചെയ്യുന്നു, സിനിമയിലൊക്കെ കയറിയിട്ട് എന്നുള്ള ഒരാളെന്ന രീതിയിൽ നമ്മൾ ആ പുള്ളിയെ കാണുമ്പോഴത്തേന് ആ ഒരു രീതിയിലേ കാണത്തുള്ളൂ. മീൻസ് കുറച്ച് ഫെയിമാണ്, പുള്ളിയുടെ കഴിവിന്റെ ഒരു ഇത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇന്ന കഴിവുണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരാളെ വേറൊരാളിങ്ങനെ പറ്റിച്ചിട്ട് പോകുമ്പോഴത്തേന്, അതിന് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇങ്ങനെ ലീഗലി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ളവര് അതെടുത്തിട്ട് കഴിവില്ല, അങ്ങനെയാണ്, അങ്ങനെ പോസ്റ്റുകൾ ഓരോന്ന് മെനഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ എവിടെയായാലും. BPD എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരെയും ജീവിതം നല്ലതാവണമെന്നൊന്നും ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ലൈഫാണ്. ഇപ്പം
ഇന്ന് കാണുന്നവനെ നാളെ കാണണമെന്നില്ല. ആ ഒരു രീതിയാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തുള്ള പോസ്റ്റുകളൊക്കെ മാക്സിമം ഉണ്ടാക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു ദിവസം നമുക്കും നാളെ ആ ഒരു പണി കിട്ടാം. അപ്പൊ ഇതണക്ക് എല്ലാരും വാരിയിട്ട് അലക്കും. അത് 100 അല്ല 150% ഉറപ്പ് തന്നെ. അവർക്ക് ഇത് റീച്ചിന് വേണ്ടിയിട്ടായാലും എന്തോത്തിന് വേണ്ടിയിട്ടായാലും അലക്കും. ഇനി പറയാനുള്ളതെന്ന് വെച്ചാല് എങ്കിലും കുറച്ച് മര്യാദ കാണിക്കാം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അവരായി അവരെ പാടായി അവരെ വഴിക്ക് വിട്ടേര്. എന്തിനാണ് ചുമ്മാ ഈ ബസ് ഡ്രൈവറുടെ പുറകിലും അഖിലിന്റെ പുറകിലും ഈ പറയുന്ന മേഘയുടെ പുറകിലൊക്കെ പോകേണ്ട കാര്യമില്ല. അവരവരെ എന്ന് വെച്ചാൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെണ്ണിന് ഡിവോഴ്സ് കൊടുത്തിട്ട് പോവായിരുന്നു. അത് മാത്രമാണ് ഈ മിക്ക ജനങ്ങൾക്കും, അവിടെ കുറച്ച് മനസാക്ഷിയുള്ള എല്ലാ ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഒട്ടും ഇഷ്ടപ്പെടാത്തത് ഈ ഒരു പെണ്ണിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേന് എന്തുവാണ്, ഡിവോഴ്സ് എന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പൊ ഡിവോഴ്സ് കൊടുത്തിട്ട് പോയ ആ രീതിയിലേ പോത്തുള്ളൂ. ഇതിപ്പോ ഒളിച്ചോടി പോയെന്ന് പറയുമ്പോഴത്തേനും വല്ലാത്തൊരു വൃത്തികെട്ട വാർത്ത എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ അഖിലിനെ എല്ലാരും എടുത്തിട്ട് ഊക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഒരു പെണ്ണിന്റെ കയ്യിലും തെറ്റുണ്ട്. ഒരിക്കലും നമ്മൾ ആ പെണ്ണിനെ ന്യായീകരിക്കത്തില്ല. ഇങ്ങനത്തെ പരിപാടിക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഗൈസ്, നിങ്ങൾ ദയവ് ചെയ്താലും ചുമ്മാ ഇങ്ങനത്തുള്ള ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. നമ്മൾ കാര്യങ്ങൾ പറയും. നമ്മൾ ഇപ്പം ഞാനിപ്പോ ഇത് പറയുമ്പോഴത്തേന് എന്റെ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്നിട്ട് പറയും, നീ പൈസ ഉണ്ടാക്കാൻ ചെയ്യുന്നില്ലേ, നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നില്ലേ. എടാ, നീയൊക്കെ എന്താ വേണമെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള കാര്യം പറയുന്നവരെ കൂടെ ആരായാലും നിൽക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ആരെയും കുത്തിക്കൊണ്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ചെയ്തിട്ടുള്ള നിയമ നടപടികളും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. വേറൊരു രീതിയിലും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.